മക്കളെ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ഓരോരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊള്ളുക. ഇതിലെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ചാപ്റ്റർ വൈസ് ആയിട്ട്. പിന്നെ ഈ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കണമെങ്കിൽ സാറ്റർഡേയും സൺഡേ ഉള്ള 2 ലൈവുകളിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ എന്തൊക്കെ ഡെറിവേഷൻ പറയുന്നു അതൊക്കെ എടുക്കുന്നതായിരിക്കും. ലൈവിൽ വരിക, പഠിക്കുക. ഡെറിവേഷൻ മാത്രമല്ല ചാപ്റ്റർ മുഴുവനായിട്ടും ചോദ്യങ്ങളൊക്കെ പഠിക്കുക. പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഫിസിക്സ് പരീക്ഷയിൽ നല്ല മാർക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈവിൽ വരിക, സൂപ്പറായിട്ട് പഠിപ്പിച്ചു തരും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. പിന്നെ പ്രോപ്പറായിട്ട് ഇത് കഴിഞ്ഞിട്ട് ക്ലാസ്സുകളും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെ റിവിഷൻ ക്ലാസ്സും അതുപോലെ ഷോർട്ട് നോട്ട്സ് ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വീഡിയോ സൊല്യൂഷൻസും സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ തരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. നീറ്റിനും ക്രാഷിനും സെപ്പറേറ്റ് ആയിട്ട് ക്രാഷ് കോഴ്സ് ഉണ്ട്. ഓക്കെ, നീറ്റിനും JEE കീമിനും സെപ്പറേറ്റ് ആയിട്ട് ക്രാഷ് കോഴ്സ് ഉണ്ട്. ജോയിൻ ചെയ്യണം. താഴെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സൂപ്പറായിട്ട് പഠിക്കാം. ലാസ്റ്റ് ചാൻസ് ആണ് അല്ലേ, +2 എത്തി പഠിക്കാനുള്ള അവസാന ചാൻസ് ആണിത്. പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യാതെ ഉപയോഗിക്കാം, അത്രേ പറയാനുള്ളൂ. ഓക്കെ, റെഡി. ചാപ്റ്റർ ഫസ്റ്റ് ജെമിനിയൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. രസം ഉണ്ടെങ്കിൽ അത് പറയാനുണ്ടോ കമൻറ്റ് ബോക്സിൽ. ഇലക്ട്രിക് ചാർജിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡെറിവേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിൽ ആൻഡ് ഇക്വട്ടോറിയൽ പോയിന്റ്സ് ഓഫ് ഡൈപോൾ. 2 ഡെറിവേഷൻ എൻ്റെ പോയോ? 2 ഡെറിവേഷൻ പഠിച്ചു നോക്കി. ഈ ഫോർമുല ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, പഠിച്ചു വെക്കുക. ടോർക്ക് ഓൺ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കുറച്ചും കൂടി അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറില്ല, എന്നാലും പഠിച്ചു വെക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ചാർജ് ഷീറ്റ്, ഇലക്ട്രിക് ഫീൽഡ് സ്ഫെറിക്കൽ ഷെൽ. ഇതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 3 ഡെറിവേഷൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ ഈ 3 ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പരീക്ഷ ചോദിക്കാൻ ചാൻസ്. പിന്നെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാം ഈ ചാപ്റ്ററിൽ കുറേ ഡെറിവേഷൻ ചോദിക്കില്ല. അപ്പോൾ കൂടിപ്പോയി ഒരു ഡെറിവേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എക്സ്പെക്ട് ചെയ്താൽ പറഞ്ഞാൽ അത് തന്നെ ചോദിക്കുള്ളൂ എന്നല്ല, എക്സ്പെക്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. പൊതുവേ നമ്മൾ അങ്ങനെയാണ് കാണാറ്. ക്രിസ്മസ് എക്സാമിൽ പബ്ലിക് എക്സാമിന് അങ്ങനെയല്ല. ഇലക്ട്രിസിറ്റി പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് 2ാമത്തെ ചാപ്റ്റർ കുറേ ഡെറിവേഷൻ ഉള്ള ചാപ്റ്ററാണ്. ഫസ്റ്റ് ഡെറിവേഷൻ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമല്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്രയും ചോദിക്കാറില്ല, പക്ഷേ മീഡിയം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ചോദിക്കുന്ന സാധനമാണ് ഈ സാധനം. ഈ ഇക്വേഷനിൽ ഓർമ്മല്ലേ, P.E -P.E അത് ചോദിക്കും. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഒരു കുഞ്ഞ് ഡെറിവേഷനാണ്. അതങ്ങനെ ചോദിച്ച് കണ്ട് കാണലില്ല, പക്ഷേ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കണം, വേറെ കാര്യം കേട്ടോ. കാരണം ഈ ചോദിച്ച് കാണലില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് വരെയുള്ള പാറ്റേൺ കംപ്ലീറ്റ് ഡിഫറൻ്റ് ആയിരുന്നു. വളരെ കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം മാത്രമേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ പാറ്റേൺ മാറി വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. അപ്പം പഠിച്ചു വെക്കുക. പക്ഷേ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിൾ ഡെറിവേഷൻ ആണ്. പിന്നെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ല, ഇതെങ്കിലും പഠിച്ചു വെക്കുക. കപ്പാസിറ്റൻസിൻ്റെയും സീരീസ് പാരലിൻ്റെയും പഠിച്ചു വെക്കുക. പിന്നെ എനർജി സ്റ്റോർഡും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നും പഠിക്കുന്നില്ല, ഇതെങ്കിലും പഠിച്ചു വെക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, റെഡി. അടുത്ത ചാപ്റ്റർ. ഇവരൊക്കെ പോലെയൊക്കെ കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പഠിച്ചവരാണ് ഇവരൊക്കെ. 20 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സാണ് ഫുൾ മാർക്ക് കിട്ടിയത്. കഴിഞ്ഞ വർഷത്തെ റിവിഷൻ ബാച്ചിൽ പഠിച്ചാണ്. ഈ വർഷം അതേപോലെ തന്നെ ആയിരിക്കും, അതിലും ഗംഭീരമായുള്ള രീതിയിലാണ് നമ്മൾ ബാച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പഠി. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഓംസ് ലോ വെക്ടർ ഫോം പഠിച്ചു വെക്കുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചെറിയ ഡെറിവേഷനാണ് പഠിച്ചു വെക്കുക. അതുപോലെ കറണ്ടിൻ്റെ ഡെറിവേഷനും പഠിച്ചു വെക്കുക. പിന്നെ സീരീസ് പാരലൽ കോമ്പിനേഷൻ പഠിച്ചു വെക്കുക. സെൽസിൻ്റെ, ഓക്കെ, കപ്പാസിറ്ററിൻ്റെ അവിടെയാണ് പഠിച്ചത്, ഇവിടെ സെൽസിൻ്റെ പഠിച്ചു വെക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അല്ല, പഠിച്ചു വെക്കുക. എന്നാലും പഠിക്കാം. വീൽസ്റ്റോൺ ബ്രിഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടീഷൻ ഫോൺ എന്താണ്, ബാലൻസ് ബ്രിഡ്ജിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, പിക്ചറൊക്കെ വരച്ചിട്ട് പ്രോപ്പറായിട്ട് ഡിറൈവ് ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഡെറിവേഷനാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. 1-2 ഡെറിവേഷൻ ചിലപ്പോൾ നമ്മൾ മിസ്സാവാൻ്റെ കാരണം വെച്ചാൽ തീരെ ഫ്രീക്വൻ്റ്ലി ചോദിക്കാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, മൂവിങ് ചാർജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ILB sin θ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അത്ര വർഷങ്ങൾ ചോദിക്കാറില്ല, എന്നാലും പഠിച്ചു വെക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രേറ്റ് വയർ നമ്മുടെ ആംബിയർസ് ലോന്റെ ആപ്ലിക്കേഷൻ പഠിച്ചു വെക്കുക. 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഡെറിവേഷൻ, ചെറിയ ഡെറിവേഷൻ കേട്ടോ. ഇത് ഭയങ്കര സീനിയർ ഡെറിവേഷൻ. ഇതിന് ടിക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പഠിക്കണം. സർക്കുലർ കോയിലിൻ്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡെറിവേഷൻ പഠിച്ചു വെച്ചോ, എപ്പോഴും ചോദിക്കുന്നതാണ്. അതേപോലുള്ള ഡെറിവേഷനാണ് റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിൻ്റെ. ടോർക്ക് = M × B അഥവാ MB sin θ പഠിച്ചു വെച്ചോ. ഈ 2 ഡെറിവേഷനാണ്. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ടോർക്ക് ഡ്യൂ ടു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ടൊറോയിഡൊക്കെ ഉണ്ട്, ടൊറോയിഡും സോളിനോയിഡൊക്കെ ഉണ്ട്. അതൊന്നും അത്ര ചോദിക്കാറില്ല, എങ്കിലും പഠിച്ചു വെക്കുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എടുക്കും കേട്ടോ, ക്ലാസ് എടുക്കുമ്പോൾ എടുക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2ആണ്. പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ ആകെ 2 ഉള്ളൂ. 2 കൂടി പഠിച്ചു വെച്ചേക്കുക. ഈ 2 ഡെറിവേഷൻ പഠിച്ചു വെക്കുക. കാരണം വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, എന്തെങ്കിലും 2 പഠിച്ചു വെക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് വരികയാണെങ്കിൽ മോഷണൽ EMF സാമാന്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കുറച്ചും കൂടി താഴെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാഗ്നറ്റിക് എനർജിയും ചോദിക്കാറുണ്ട്. AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആയിട്ട് ചോദിക്കാറ്, പക്ഷേ ഡെറിവേഷൻ ആയാലും നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വർക്കിംഗ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 4 ഡെറിവേഷൻസും സാമാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് തന്നെയാണ് കേട്ടോ.
ഓൾട്ടർനേറ്റിംഗ് കറണ്ടും കുറേ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. ഈ പ്യുവർ റെസിസ്റ്റീവ്, പ്യുവർ കപ്പാസിറ്റൻസ്, പ്യുവർ ഇൻഡക്റ്റീവ് അങ്ങനെ ചോദിക്കാറില്ല. കൂടുതൽ LCR നേരം കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നും പഠിച്ചില്ല, LCR എന്തെങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ പവർ ഓഫ് LCR സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനും ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിക്കേണ്ടത് LCRനെ പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ല എന്നർത്ഥം, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. EM വേവ്സിന് ആകെ ഒറ്റ ഡെറിവേഷനുള്ളൂ, അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. ഡെറിവേഷൻ പോലും അല്ല, ഒരു കുഞ്ഞു സാധനമാണ്. ഓക്കെ, മാക്സ്വെൽസ് കറക്ഷൻ, ആംബിയർ സർക്യൂട്ടിലുണ്ട് മാക്സ്വെല്ലിൻ്റെ കറക്ഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. റേ ഓപ്റ്റിക്സ് മക്കളെ, ഇത് ഡെറിവേഷൻ്റെ ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്മസ് എക്സാമിന് വെയിറ്റേജ് വരാവുന്ന ചാപ്റ്ററാണ്. വെയിറ്റേജിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 20 ഓൾമോസ്റ്റ് 20% ആണ് ഈ ചാപ്റ്ററിന് മാത്രം വരാൻ പോകുന്ന വെയിറ്റേജ്. അത് എവിടുന്നായിരിക്കും? ആ 20%-ൽ ഓൾമോസ്റ്റ് ആ 20%-ലെ ഒരു 80% ഡെറിവേഷൻ തന്നെയായിരിക്കും. കുറേ ഡെറിവേഷൻ ഉണ്ട്. മിറർ ഫോർമുല പഠിച്ചു വെക്കണം. റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് F=R/2 പഠിച്ചു വെക്കണം, പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രാക്ഷൻ സ്ഫെറിക്കൽ സർഫസ് N2/NdE- അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രിസത്തിലുള്ള പരിപാടി. ഇത് പ്രിസത്തിലാണ്, പ്രിസത്തിലെ ഇക്വേഷൻ ആണ്. N = മിനിമം ഡീവിയേഷൻ പരിപാടി ഇല്ലേ, റിഫ്രാക്ഷൻ ഇൻഡെക്സ് കിട്ടുന്ന പരിപാടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. അതേ സെയിം സാധനം തന്നെ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്ത് ഒഴിവാക്കുക. പിന്നെ കോമ്പിനേഷൻ ഓഫ് 2 3 ലെൻസ് അതും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി നിന്ന്, പറഞ്ഞപ്പോൾ വേറെ എന്തോ പറഞ്ഞു തോന്നുന്നു. ലെൻസ് മേക്കേഴ്സ് ഫോർമുല കേട്ടത് വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 20% മാർക്ക് എവിടെ നിന്ന് എങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ പഠിച്ച് വെക്കുക, അറ്റ്ലീസ്റ്റ് ഡയഗ്രാം എങ്കിലും പഠിച്ചു വെക്കുക. ഡെറിവേഷൻ ആയിട്ട് പൊതുവേ അത്ര ചോദിക്കാറില്ല എന്നാണ് സത്യം, എങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ടിക്ക് ഇട്ടതെങ്കിലും എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം, പഠിച്ചു വെക്കാതെ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, പിന്നെയുള്ള വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സിൽ ആക്ച്വലി കുറേ ഡെറിവേഷൻ ഒന്നും ഇല്ല. ഇത് നമ്മുടെ ജെമിനി ഉണ്ടല്ലോ, അവസാനത്തെപ്പത്തേക്ക് മടിയായി, നമ്മൾ പഠിക്കുമ്പോൾ പോലെ തന്നെ അവസാനത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ പോട്ടെ സാരല്ല, നമ്മൾ ക്ഷമിച്ചു. ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷനും ഹൈഗൻസ് പ്രിൻസിപ്പിൾ ബേസിൽ 2 ഡെറിവേഷൻ ഉണ്ട്. അതുകൂടാതെ പിന്നെ ഒരു റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഡെറിവേഷനാണ്. ഈ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഗ്യാരണ്ടീഡ് ആണ് റിഫ്ലക്ഷൻ്റെ ലോസും അല്ലെങ്കിൽ റിഫ്രാക്ഷൻ്റെ ലോസും ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ചോദിച്ചിരിക്കും. റിഫ്രാക്ഷൻ്റെ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ്റെ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ചോദിച്ചിരിക്കും. കാരണം വേറെ ഒന്നും ഇല്ലേ ചാപ്റ്റർ ചോദിക്കാൻ വേണ്ടി ഡെറിവേഷനായിട്ട്. 10 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിൽ വന്നത്, ഈ വർഷം ഒരു 8 മാർക്കിനെങ്കിലും വരണ്ടേ. അപ്പോൾ ഇതിലൊന്നൊരു ഡെറിവേഷൻ ചോദിക്കണ്ടേ? അതിൽ 2 ഉള്ളെങ്കിൽ അതിലേ വരുള്ളൂ. പിന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും ഡിഫ്രാക്ഷനും ഒന്നും ഡെറിവേഷൻ ഡിലീറ്റഡ് ആണ്, പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ അത് വരില്ല, അത് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതെന്തായാലും ഉറപ്പാണ്, പഠിച്ചു വെച്ചോ, ഒരു 4 മാർക്ക് വെറുതെ കിട്ടും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് എക്സാമിനുള്ളത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ പഠിക്കണം. എങ്ങനെ പഠിക്കുക? ലൈവിൽ വരിക. സാറ്റർഡേ രാവിലെ 11 മണി മുതൽ രാത്രി 6 മണി വരെ 7 മണിക്കൂർ ലൈവ് ഉണ്ട്. 4 ചാപ്റ്റർ അവിടെ തീർക്കും, ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. 2-ാം ദിവസം സൺഡേ വീണ്ടും 11 AM വരിക, 7 മണിക്കൂർ കുത്തിരിക്കുക, എക്സാമിനറിന് കൂടെ പഠിക്കുക, ഫുൾ ചാപ്റ്റർ പഠിക്കും. ബാക്കിയുള്ള 6 ചാപ്റ്റർ അവിടെ തീർന്നു, 10 ചാപ്റ്റർ തീർന്നു. മൺഡേ വൈകുന്നേരം 7 മണിക്ക് വരിക, എല്ലാ ചാപ്റ്ററിനെയും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുക, പരീക്ഷയ്ക്ക് പോവുക, തകർക്കാൻ പരീക്ഷ. പിന്നെയുള്ള കാര്യങ്ങൾ, പബ്ലിക്കിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം, വെറുതെ ഇങ്ങനെ ഉഴപ്പിരുന്നാൽ പോരാ. ഇനിയുള്ള ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററും ഒക്കെ നന്നായി പഠിക്കണം. കാരണം ക്രിസ്മസ് എക്സാമിൽ ഫസ്റ്റ് ചാപ്റ്ററിന് കുറച്ച് മാർക്കിനെ വരുള്ളൂ, പക്ഷേ പബ്ലിക് എങ്ങനെ ആയിരിക്കില്ല, പബ്ലിക്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ പോലെയാണ് വരിക. അപ്പോൾ നന്നായി പഠിക്കണം, ലെവലും കൂടും. ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തവരാണ് അവിടെ പഠിക്കുക, ജോയിൻ ചെയ്യാത്തവരോട് ജോയിൻ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ചിന്തിക്കുക. അത്രേ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. ബൈ, ടേക്ക് കെയർ. ലൈവിൽ കാണാം സാറ്റർഡേ രാവിലെ 11 AM.